पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. കൃഷ്ണകൃപാമൂർത്തി എ.സി. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം 10ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വിഭൂതിയോഗം. വിഭൂതിയോഗത്തിൽ 34ാമത്തെ ശ്ലോകം വരെ വായിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്നത് 35ാമത്തെ ശ്ലോകമാണ്. ബൃഹത്സാമ തദാസാംനാം ഗായത്രി ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകര. അതിനുശേഷമുള്ള ശ്ലോകങ്ങൾ വായിക്കാം. യെസ്. അതിന്റെ മുന്നേ കഴിഞ്ഞ ദിവസത്തെ ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ എന്തെല്ലാമാണ് മനസ്സിലാക്കിയത് എന്നുള്ള കാര്യം ഒന്ന് പറയുക. അതിനുശേഷം നമ്മൾക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ വായിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ 32ാമത്തെ ശ്ലോകം മുതൽ സർഗാണാം ആദിനന്ദശ്ച മധ്യം ചൈവാഹം അർജുന അധ്യാത്മവിദ്യാനാം വാദപ്രവദതാമഹം അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയകാലോ ധാതാഹം വിശ്വതോമുഖഃ മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തിക് ശ്രീവാക്ച നാരീണാം സ്മൃതിർ മേധാ ധൃതിക്ഷമ. ഈ ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത് എന്നുള്ള കാര്യങ്ങളൊന്ന് പറയുക, പോയിന്റ്സ് ആക്കി പറയുക. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ശ്ലോകം വായിക്കാം. യെസ്, ആരാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസത്തെ ശ്ലോകങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്? യെസ്, പെട്ടെന്ന് പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം വായിച്ച ശ്ലോകങ്ങൾ ഏതൊക്കെയാണ്? യെസ്, ഗിരിജ മാതാജി പറഞ്ഞോളൂ. അക്ഷരങ്ങളിൽ ഭഗവാൻ ആകാരമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അക്ഷരത്തിന്റെ ആകാരവും ഭഗവാനാണ്. ആകാരമില്ലാതെ ഒരു അക്ഷരവുമില്ല. ഒരിക്കലും നശിക്കാത്ത കാലം ഭഗവാന്റെ പ്രതിനിധിയാണ്. കാലം കൃഷ്ണന്റെ പ്രതിപുരുഷനായി കാണുന്നു. ബ്രഹ്മാവ് ഭഗവാന്റെ പ്രതിനിധിയാണ്. പിന്നെ സർവഹര മൃത്യുവും ഭാവിയിലുണ്ടാകുന്ന ഉദ്ഭവവും നാരികൾ വെച്ച് കീർത്തിയും ശ്രീയുള്ള ഭാഷണവും ഓർമ്മയും മേധസ്സും ധൃതിയും ഞാനാകുന്നു എന്ന് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു ഗിരിജ മാതാജി. 2 ശ്ലോകങ്ങളിലെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയകാലോ ധാതാഹം വിശ്വതോമുഖ. അക്ഷരാണാം അകാരോസ്മി, എല്ലാ അക്ഷരങ്ങളിലുമുള്ള ഉൾച്ചേർന്നിട്ടുള്ള അക്ഷരമാണ് അകാരം. അല്ല, എല്ലാ അക്ഷരത്തിലും അകാരമുണ്ട്. ആ അകാരം ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ്വന്ദ്വ സാമാസികസ്യ ച, സമാസങ്ങളിൽ ഭഗവാൻ ദ്വന്ദ്സമാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഹമേവാക്ഷയകാലോ, അക്ഷയമായിട്ടുള്ള ഒരിക്കലും നശിക്കാത്ത കാലം ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാതാഹം വിശ്വതോമുഖ, വിശ്വതോമുഖൻ ബ്രഹ്മാവും ഭഗവാന്റെ പ്രതിനിധിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൃത്യു സർവഹരശ്ചാഹം, എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന മൃത്യു. അല്ലെ, വലിയ വലിയ കൊലയാളികൾ, ഹിറ്റ്ലറെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ വധിച്ചിട്ടുള്ള വലിയ കൊലയാളികൾ, അവരെ പോലും ഭഗവാൻ ഇല്ലാതാക്കുന്നു. എല്ലാവരെയും ഇല്ലാതാക്കുന്ന ആ മൃത്യു,
അത് ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം. ഇനി അടുത്ത ജന്മത്തിന്റെ തുടക്കവും ഭഗവാൻ തന്നെയാണ്. അടുത്ത ശരീരം നമ്മൾക്ക് എങ്ങനെയാകണം, എങ്ങനെയാണ് കിട്ടേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഉദ്ഭവശ്ച ഭവിഷ്യതാം. കീർത്തി ശ്രീവാച്ച നാരീണാം സ്മൃതിർമേധ ധൃതിക്ഷമ. കീർത്തി ശ്രീവാക്ക്, ഭഗവാനെ കുറിച്ചുള്ള വാക്കുകൾ, അതേപോലെ സ്മൃതി ഓർമ്മശക്തി, മേധ ബുദ്ധിശക്തി, ധൃതി സ്ഥൈര്യം, ക്ഷമ ക്ഷമാശീലം, ഇതെല്ലാം ഭഗവാന്റെ ശക്തിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഭഗവാന്റെ പ്രതിനിധികൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന്? ഹരേ കൃഷ്ണ. ശ്ലോകം 32 സർഗാണം എന്ന് തുടങ്ങുന്നതില് സൃഷ്ടിപ്രക്രിയയെ കുറിച്ച് സർഗം, വിസർഗം തുടങ്ങിയത് പറഞ്ഞിരുന്നു. സർഗം ഭൗതിക വസ്തുക്കൾ ഭഗവാൻ തന്നെ സൃഷ്ടിക്കുന്നത്, വിസർഗം ബ്രഹ്മസൃഷ്ടി ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ജീവാത്മാക്കളെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. പിന്നെ സംഹാരമൂർത്തിയായ രുദ്രന്റെ അവതാരത്തെക്കുറിച്ച് അത് ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. അധ്യാത്മവിദ്യ എന്താണെന്ന് പറഞ്ഞിരുന്നു. നമ്മളെയും ഭഗവാനെയും മനസ്സിലാക്കുന്ന ആ അറിവാണെന്ന്. 4 വേദങ്ങൾ, അതിൻ്റെ 6 അംഗങ്ങൾ, ശിക്ഷ, വ്യാകരണം, നിരുക്തി, തൽപ്പം, ഛന്ദസ്, ജ്യോതിഷം തുടങ്ങിയവ പറഞ്ഞിരുന്നു. അവയൊക്കെ എന്തിനൊക്കെ ഉള്ളതാണെന്നും വിവരിച്ചിരുന്നു. പിന്നെ 14 വിധം കൃതികളെക്കുറിച്ച് വേദാന്ത സൂത്രം, ന്യായശാസ്ത്രം, പുരാണങ്ങൾ 18, വാദം, തർക്കശാസ്ത്രം, ജൽപ്പം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു സ്മിത മാതാജി. യെസ്, മാതാജി വിശദമായിട്ട് പറഞ്ഞു തന്നു നമ്മൾക്ക് 32ാമത്തെ ശ്ലോകം അല്ലെ. മാതാജി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ക്ലാസ്സിലെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, യെസ്. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയതുണ്ടോ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന്? അക്ഷരങ്ങളിൽ അകാരമാണ്, അകാരമില്ലാത്ത ഒരക്ഷരവുമില്ല. ഏതക്ഷരം കണ്ടാലും ഭഗവാനെ ഓർക്കാൻ കഴിയും. സമാസങ്ങളിൽ ദ്വന്ദ്വസമാസമാണ്. വാക്കുകളെ കൂട്ടി യോജിപ്പിക്കുന്നതാണ്. ഉദാഹരണം രാമകൃഷ്ണ, അതായത് രാമകൃഷ്ണ യോജിപ്പിക്കുന്നതാണ്. കാലം എല്ലാ സമയത്തും ഉള്ളതാണ്. കാലം ഭഗവാന്റെ പ്രതിനിധിയാണ്. കാലം ഏറ്റവും വലിയ കൊലയാളിയാണ്. അത് എല്ലാറ്റിനെയും ഹരിക്കുന്നു. ഹിറ്റ്ലർ വലിയ കൊലയാളിയാണ്. ഹിറ്റ്ലറെ വധിച്ച കൊലയാളി കാലമാണ്. കാലം ഭഗവാന്റെ പ്രതിനിധിയാണ്. പ്രജാപതിമാരിൽ ബ്രഹ്മാവ് ഭഗവാന്റെ പ്രതിനിധിയാണ്. ഋഷപ്രജാപതി, മനു, മരീചി, അങ്കിരസ്, അത്രി, അവരിൽ പ്രധാനിയാണ് ബ്രഹ്മാവ്. ഭഗവാന്റെ അകാരം ദ്വന്ദ്വസമാസം. കാലം സൃഷ്ടിക്കുന്ന വ്യക്തികളിൽ എന്നും ഉന്നതനായത് ബ്രഹ്മാവാണ്. ഭഗവാൻ തന്നെയാണ് മൃത്യു, സർവത്തെയും ഇല്ലാതാക്കുന്നു. മുമ്പ് ഭഗവാൻ തന്നെയാണ്, ഇല്ലാതാക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അടുത്ത ജന്മത്തിന്റെ തുടക്കം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ കർമ്മത്തിലൂടെയാണ് ഇവയെല്ലാം നടക്കുന്നത്. സ്ത്രീകളിലുള്ള കീർത്തി, ഭാഷണം, ഭാഗ്യം, ബുദ്ധി, മേധ, സ്മൃതി, സ്ഥൈര്യം, ക്ഷമ. ദ്വാരകയിൽ ഭഗവാൻ എത്തിച്ചേർന്ന സമയത്ത് ഭഗവാനെ കുറിച്ചായിരുന്നു അവിടെ സംസാരം. വേദങ്ങളെക്കാൾ ഉയർന്നതായിരുന്നു അത്. മംഗളകരമായതായിരുന്നു ആ സംഭാഷണം. വേദം മുക്തിയുമാണ്. ഭഗവാന്റെ പ്രതിനിധികളാണ് ഇത്. എന്തൊക്കെ മനസ്സിലാക്കിയത് ഓർമ്മിച്ച് മനസ്സിലാക്കുന്നതാണ് സ്മൃതി. മേധയുള്ളവർക്ക് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സമ്പത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് സ്ഥൈര്യം. ക്ഷമ എന്നത് സമചിത്തത പുലർത്തുക എന്നതാണ്. ഇതെല്ലാം ഭഗവാന്റെ പ്രതിനിധികളാണ്. ഇതെല്ലാം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ്.
പ്രചാരണത്തിന് ഏറ്റവും നല്ലത് സ്ത്രീകളാണ്. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ശ്രീകൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധ മാതാജി. വളരെ വിശദമായിട്ട് മാതാജി പറഞ്ഞു. യെസ്, മാതാജി വളരെ വിശദമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ സന്തോഷം മാതാജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പൊ അതില് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് സ്ഥൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് സ്ഥൈര്യം. വായിച്ചതൊക്കെ ഓർമ്മ വയ്ക്കുന്നതാണ് സ്മൃതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നീട് ക്ഷമ, അതേപോലെ മേധ, നമ്മൾ മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സഹായിക്കുന്നതിനെയാണ് മേധ എന്ന് പറയുന്നത്. അതെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തി വിശേഷങ്ങളാണ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ശ്ലോകം വായിക്കാം. 35-ാമത്തെ ശ്ലോകം. ബൃഹത്സാമ തഥാസാംനാം ഗായത്രി ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരം. വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് വായിക്കുന്നത്? വായിക്കട്ടെ. ഹേമലത മാതാജി വായിച്ചു. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബൃഹസ്സാമ തഥാ സാപ്യാം ഗായത്രേ ഛന്ദസാമഹം മാസാനാമാർഗശീർഷോഹം ഋതൂനാം കുശോ ആമാകരഃ. യഥാപ്രകാരം സാപ്ന സാമവേദത്തിലെ സൂക്തങ്ങളിൽ വെച്ച് ബൃഹസ്സാമവും ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രിയും അഹം അസ്മി ഞാനാകുന്നു. മാസങ്ങളിൽ വെച്ച് മാർഗശീർഷമാസവും ഋതുക്കളിൽ വെച്ച് കുസുമാകരഃ വസന്തവും അഹം അസ്മി ഞാനാകുന്നു. സാമവേദ സൂക്തങ്ങളിൽ ബൃഹസ്സാമവും ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ മാർഗശീർഷവും നവംബർ ഡിസംബർ മാസം ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. ഭാവാർത്ഥം. വേദങ്ങളിൽ താൻ സാമവേദമാണ് ആണെന്ന് ഭഗവാൻ മുമ്പ് പറഞ്ഞുവല്ലോ. വിവിധ ദേവന്മാർ പാടിയ മനോഹര ഗീതങ്ങൾ നിറഞ്ഞതാണ് സാമവേദം. ഇവയിൽപ്പെട്ടതും ആകർഷകവും പാതിരാവിൽ പാടുന്നതുമായൊരു ഗീതമാണ് ബൃഹത്സാമം. സംസ്കൃത കവിതയ്ക്ക് അലംഘ്യമങ്ങളായ ചില നിയമങ്ങളുണ്ട്. അതിൻ്റെ താളങ്ങളും വൃത്തങ്ങളും ആധുനിക കവിതകളെന്ന പോലെ സ്വേച്ഛാനുസൃതം ഉപയോഗിക്കാൻ പാടില്ല. നിയമബദ്ധങ്ങളായ അത്തരം കവിതകളിൽ ഗായത്രി മന്ത്രത്തിനാണ് പ്രാധാന്യം. വേണ്ടത്ര അർഹത നേടിയ ബ്രാഹ്മണർ ഒഴികെ ആരും അത് ഉരുവിടാറില്ല. ശ്രീമദ് ഭാഗവത്തിൽ ഗായത്രി മന്ത്രത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രത്തിന്റെ ഉദ്ദേശം ഈശ്വര സാക്ഷാത്കാരം മാത്രമാകയാൽ ഗായത്രി ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. ആധ്യാത്മികമായി പുരോഗമിച്ചിട്ടുള്ളവരത്രേ ഗായത്രി മന്ത്രത്തിൽ അർഹരായവർ. ഇത് ജപിച്ച് സിദ്ധി നേടിയവർക്ക് ഭഗവാന്റെ ദിവ്യസ്ഥാനം പ്രാപിക്കാം. പരിപൂർണതയാർന്ന മനുഷ്യന് ആവശ്യം വേണ്ടുന്ന ഗുണങ്ങൾ അയാൾ ആദ്യമേ നേടിയിരിക്കണം. അവയിൽ ഭൗതിക ലോകത്തിലെ നിയമങ്ങൾക്കനുസരിച്ചുള്ള സാത്വിക ഗുണങ്ങളും ഉൾപ്പെടും. ഇങ്ങനെ പരിപൂർണതയാർന്നവനെ ഗായത്രി മന്ത്ര ജപത്തിന് അധികാരമുള്ളൂ. വൈദിക സംസ്കൃതിയിൽ അതിപ്രധാനമായ ഒന്നാണ് ഗായത്രി മന്ത്രം. സപ്താവതാരമാണ് അതെന്ന് പറയപ്പെടുന്നു. ഉപദേഷ്ടാവായ ബ്രഹ്മാവിൽ നിന്ന് ഗുരുശിഷ്യ പരമ്പരയിലൂടെ അത് പിൻതലമുറയ്ക്ക് പകർന്നു കിട്ടിയതാണ്. ഭാരതത്തിൽ നവംബർ ഡിസംബർ കാലം ഉത്തമമെന്ന് കരുതപ്പെടുന്നു. ധാന്യങ്ങൾ വിളഞ്ഞ് കൊയ്തെടുക്കുന്ന കാലമാണിത്. അതുകൊണ്ട് ജനങ്ങൾ അപ്പോൾ സ്വാഭാവികമായി സന്തുഷ്ടരായിരിക്കും. ശീതോഷ്ണങ്ങൾക്ക് തുല്യതത്വമുള്ളതും ചെടികളും പൂക്കളും തഴച്ചു വളരുന്നതുമായ വസന്തകാലമാണ് ലോകത്തിൽ ഏവർക്കും പ്രിയപ്പെട്ടത്. കൃഷ്ണലീലകളെ ഓർമ്മിപ്പിക്കുന്ന ആഘോഷങ്ങൾ പലതും വസന്തത്തിൽ കൊണ്ടാടിപ്പോരുന്നു. അതിനാൽ ഇത് ഋതുക്കളിൽ വെച്ചിട്ട് ആനന്ദകരവും കൃഷ്ണന്റെ പ്രാതിനിധ്യവുമുള്ളതുമത്രേ. താങ്ക് യു പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ. താങ്ക് യു ഹേമലത മാതാജി. ഹരേ കൃഷ്ണ. യെസ്, എന്താണ് ഭഗവാൻ പറയുന്നത്? ബൃഹത്സാമ തഥാസാംനാം ഗായത്രി ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകര. യെസ്, ബൃഹത്സാമ തഥാസാംനാം. ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദാനാം സാമവേദോസ്. വേദങ്ങളിൽ വെച്ച് ഭഗവാൻ സാമവേദമാണ് ഭഗവാൻ ഏറ്റവും
ഇഷ്ടം. അതിലാണ് എല്ലാ സംഗീതവും ഉള്ളത്. ആ സംഗീതമുള്ള സാമവേദങ്ങളിൽ ഏത് സൂക്തമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ബൃഹത് സാമ തഥാ സാംനാം. സാമവേദങ്ങളിൽ തന്നെ സാമവേദ സൂക്തങ്ങളിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടം ബൃഹത് സാമം എന്ന് പറയുന്ന ഒരു സൂക്തമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ സാമവേദം നിറച്ച് ദേവന്മാരുടെ കീർത്തനങ്ങളാണ് എന്നാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ നമുക്ക് പറഞ്ഞു തരുന്നത്. ദേവന്മാർ ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് പറയുന്ന സ്തുതികളാണ് സാമവേദം നിറച്ചു. അതിൽ ബൃഹത് സാമം എന്ന് പറയുന്ന ഏറ്റവും ആകർഷകരമായിട്ടുള്ള പാതിരാവിൽ പാടുന്നതുമായിട്ടുള്ള സാമം ആണ് ബൃഹത് സാമം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ട്. ആ സമയം ബൃഹത് സാമം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിന് അത്രയും ആകർഷണം എന്ന് പറയുന്നത് അല്ലെ. ഭഗവാന്റെ സാന്നിധ്യം എവിടെയുണ്ടെങ്കിലും അത് വളരെയധികം ആകർഷകമായിരിക്കും, അത് വളരെയധികം മാധുര്യമുള്ളതായിരിക്കും, അത് വളരെയധികം സന്തോഷം നിറഞ്ഞതായിരിക്കും ഭഗവാന്റെ സാന്നിധ്യം എവിടെയാണെങ്കിലും. ബൃഹത് സാമത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അത് വളരെ ആകർഷകമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ബൃഹത് സാമ തഥാ സാംനാം ഗായത്രി ഛന്ദസാമഹ. ഛന്ദസ്സുകളിൽ, ഛന്ദസ് എന്ന് പറയുന്നത് പ്രത്യേക വൃത്തങ്ങളുള്ള വൃത്തം. നമ്മൾക്കറിയാം മലയാളത്തിൽ ഓരോ ശ്ലോകങ്ങൾക്കും ഓരോ പദ്യത്തിനും നമ്മൾ ഓരോ വൃത്തങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വൃത്തം, പല വൃത്തങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാകളി വൃത്തം, മഞ്ചരി വൃത്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, യെസ് യെസ് കാകളി, മഞ്ചരി, കേകയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ സംസ്കൃതത്തിലും വൃത്തങ്ങളുണ്ട്. സംസ്കൃതത്തിലും വ്യത്യസ്തമായിട്ടുള്ള വൃത്തങ്ങളുണ്ട്. അപ്പൊ ചില ശ്ലോകങ്ങളൊക്കെ ആ വൃത്തത്തിൽ തന്നെ നമ്മൾ ചെല്ലണം. അങ്ങനെ ആ നിർബന്ധമുള്ള ആ പ്രത്യേക ശ്ലോകങ്ങൾക്കാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ആ ഛന്ദസ്സുകൾ ഒരു പ്രത്യേക മീറ്ററിൽ തന്നെ ചെല്ലണം, ആ പ്രത്യേക വൃത്തത്തിൽ തന്നെ ചെല്ലണം. അതാണ് ഇവര് ഗുരുകുലത്തിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാൻ സാധിക്കും. അവരൊരു പ്രത്യേക രീതിയിൽ ഈണത്തിൽ ഓരോ ശ്ലോകങ്ങളും ചൊല്ലി പഠിക്കുന്നതായിട്ട്, ഓത്ത് പഠിക്കുന്നതായിട്ട് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അത് വൃത്തങ്ങൾക്കനുസരിച്ച് അവര് മന്ത്രങ്ങൾ ചൊല്ലുന്നതാണ്. ആ വൃത്തങ്ങൾക്കനുസരിച്ചുള്ള മന്ത്രങ്ങളിൽ, ഛന്ദസ്സുകളിൽ ായിട്ടുള്ളത് എന്ന് പറയും. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ഗായത്രി മന്ത്രത്തിന് മറ്റൊരു ഉദ്ദേശവുമില്ല. ഗായത്രി മന്ത്രം നമ്മൾ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ചൊല്ലുന്നതല്ല, അത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം ചൊല്ലുന്നതാണ്. ഗായത്രി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. അതിനുള്ളതാണ് ഗായത്രി മന്ത്രം. ഭഗവാനുമായിട്ടുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും. പക്ഷെ ആ ഗായത്രി മന്ത്രത്തിന് ചില നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട് എന്നാണ് ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നത്. നിയമങ്ങളും നിബന്ധനകളും അനുസരിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഗായത്രി മന്ത്രം ചൊല്ലാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അതിന് ഒരു പ്രത്യേക ഗുണമുണ്ടായിരിക്കണം, സാത്വിക ഗുണത്തിൽ എത്തണം. അതേപോലെ ചില ക്വാളിറ്റീസ് നമ്മൾക്കുണ്ടായിരിക്കണം, ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ, ഗുണങ്ങൾ നമ്മൾക്കുണ്ടാകണം. അങ്ങനെയുള്ളവർ മാത്രമേ ഗായത്രി മന്ത്രം ജപിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കാൻ സാധിക്കും എല്ലാവരും ഗായത്രി മന്ത്രം ചൊല്ലുന്നത്. പക്ഷെ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ചൊല്ലാനുള്ളതല്ല ഗായത്രി മന്ത്രം. അത് രഹസ്യമാണ്. അത് ഗുരുപരമ്പരയിലൂടെ നമ്മൾ ദീക്ഷ, ബ്രാഹ്മണീയ ദീക്ഷ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ഗായത്രി മന്ത്രം ലഭിക്കുകയുള്ളൂ. മന്ത്രദീക്ഷ ലഭിക്കാതെ നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലരുത് എന്നാണ് പറയുന്നത് അല്ലെ. ബ്രാഹ്മണിക്കൽ ദീക്ഷ, ബ്രാഹ്മണീയ യോഗ്യത നമ്മൾക്ക് ഗുരു നൽകുന്ന സമയത്താണ് നമ്മൾക്ക് ഈ ഗായത്രി മന്ത്രം കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ചൊല്ലിയത് കൊണ്ട് പ്രയോജനമില്ല. അല്ലാതെ തന്നെ നമ്മൾക്ക് ചൊല്ലാവുന്നതാണ് ഹരേ കൃഷ്ണ മന്ത്രം അല്ലെ. ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കും ജപിക്കാം, അങ്ങനെ ഉയർച്ചയുണ്ടാവും. ഹരേ കൃഷ്ണ മന്ത്രത്തിൽ എല്ലാ മന്ത്രങ്ങളും ഉണ്ട്. ശ്രീമദ് ഭാഗവതത്തിലും ഈ ഗായത്രി മന്ത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ ഗായത്രി മന്ത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഗായത്രി മന്ത്രം വ്യാസദേവരെ
ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, ആദ്യത്തെ ശ്ലോകം എന്താണ്? ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസയതോ അന്യാദ് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദ യ ആദികവേ മുഹ്യന്തിയത് സൂര്യ തേജോവാരി യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാം ധാംനാ സുധാമ കുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി എന്നുള്ള ഭാഗം ഗായത്രി മന്ത്രത്തിന്റെ ഭാഗമാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ ഭാഗവതം വായിക്കുന്നുണ്ടെങ്കിൽ, ഭാഗവതം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഗായത്രി മന്ത്രത്തിന്റെ പ്രയോജനം കൂടി ലഭിക്കും. നമ്മൾക്ക് നേരിട്ട് ചൊല്ലാൻ സാധിക്കാത്തത് കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വ്യാസദേവൻ ആ ഗായത്രി മന്ത്രം ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഗായത്രി മന്ത്രം ചെല്ലണമെങ്കിൽ ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കണം. പക്ഷെ അതിനു പകരം നമ്മൾക്ക് എന്ത് ചെയ്യാം? ഭാഗവതം വായിക്കാൻ സാധിക്കും. അതേപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് അതിന്റെ ആ ഗായത്രി മന്ത്രം ലഭിക്കുന്നതിനുള്ള ക്വാളിറ്റിയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ വേണം നമ്മൾ ഗായത്രി മന്ത്രം ചെല്ലാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ആധ്യാത്മികമായി പുരോഗമിച്ചിട്ടുള്ളവരത്രേ ഗായത്രി മന്ത്രത്തിന് അർഹരായവർ. ഗായത്രി മന്ത്രത്തിന് അർഹത നേടണമെങ്കിൽ നമ്മൾ ആ ഒരു യോഗ്യത നേടണം, ആധ്യാത്മികമായിട്ട് ഉയരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് എങ്ങനെയാണ് ആധ്യാത്മികമായി ഉയരാൻ സാധിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം? ഭഗവാന്റെ നാമജപത്തിലൂടെയാണ്, അല്ലെ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അതിനുശേഷമാണ് നമ്മൾക്ക് ഗായത്രി മന്ത്രം ലഭിക്കുന്നത്. ഗായത്രി ഛന്ദസാമഹം എന്ന് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നു. ഗായത്രി മന്ത്രം ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മാസാനാം മാർഗശീർഷോഹം. മാസങ്ങളിൽ ഭഗവാൻ, എല്ലാറ്റിലും ഭഗവാന്റെ പ്രാതിനിധ്യമുണ്ട്. മാസങ്ങളിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ളത് മാർഗശീർഷം എന്ന് പറയുന്ന മാസമാണ്. അത് നവംബർ ഡിസംബർ സമയത്ത് വരുന്ന മാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു, മാർഗശീർഷം എന്ന് പറയുന്ന മാസം. അതേപോലെ ഋതൂനാം കുസുമാകര എന്ന് പറഞ്ഞിരിക്കും. ഋതുക്കളിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് കുസുമാകരം, കുസുമം, പുഷ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഋതു. വസന്തകാലം, അല്ലെ? 6 ഋതുക്കൾ ഉള്ളതായിട്ട് പറയുന്നു. 2 മാസം കൂടുന്നതാണ് ഒരു ഋതു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തിൽ 6 ഋതുക്കളാണ് ഉണ്ടാകുന്നത്. ആ ഋതുക്കൾ മാറി മാറി വരും. ഏതൊക്കെയാണ് 6 ഋതുക്കള്? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം. ഇതാണ് 6 ഋതുക്കൾ എന്ന് പറഞ്ഞിരിക്കും. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം. ഇപ്പം വർഷമാണ്, അല്ലെ? ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കും, വർഷം. അത് കഴിഞ്ഞാൽ ശരത്ത്, ഹേമന്തം, ശിശിരം. ഇതിൽ ഏറ്റവും നല്ല കാലാവസ്ഥ ഏതാണ്? അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല, മഴയില്ല, ഇങ്ങനെ നല്ല ശാന്തമായിട്ടുള്ള നല്ല ക്ലൈമറ്റ് ഉള്ള സമയം അത് വസന്തകാലമാണ്. ആ വസന്തകാലത്ത് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം എന്താണ്? നല്ല കാലാവസ്ഥ, എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടും, പൂക്കളും കായ്ക്കളും ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഹാപ്പിയാണ്, അല്ലെ? മഴക്കാലത്ത് എല്ലാവർക്കും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, എല്ലാവർക്കും ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ചൂട് കൂടി കഴിഞ്ഞാലും നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, സസ്യങ്ങൾക്കൊന്നും വളരാൻ സാധിക്കുന്നില്ല. പക്ഷെ വസന്തകാലത്ത് എല്ലാ സസ്യങ്ങളും തഴച്ചു വളരും, പൂക്കളുണ്ടാകും, കായ്കളുണ്ടാകും. അതില് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷണം ലഭിക്കും. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ് സന്തോഷം വരുന്നത്? ആ സമയം ഭഗവാന്റെ സമയമാണ്. ഭഗവാന്റെ പ്രാതിനിധ്യം ഉള്ളത് കൊണ്ടാണ് അവിടെ സന്തോഷം ഉണ്ടാകുന്നത്. വൃന്ദാവനത്തിൽ വസന്തകാലത്തിനെ കുറിച്ച് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നു. കാലങ്ങള് അതിനൊക്കെ കുറിച്ച് വളരെ വിശദമായിട്ട് ആ
വസന്തകാലം ഭഗവാൻ തന്നെയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഋതൂനാം കുസുമാകര. അപ്പൊ 4 ഹരകൃഷ്ണ കേൾക്കാമോ? കേൾക്കണ്ട് പ്രഭുജി. ക്ലിയർ ആവുന്നില്ല. ചിലത് ക്ലിയർ കൃഷ്ണ ഇന്ററപ്ഷൻ ആവുന്നുണ്ട് പ്രഭുജി. ക്ലിയർ ആവണില്ല, കട്ടാവുന്നു. നെറ്റ് പ്രോബ്ലം ഉണ്ട് സ്വാമിജി. കേൾക്കുന്നില്ലല്ലോ സ്വാമിജി. നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. യെസ്. ആ മാസങ്ങളിൽ ഭഗവാൻ മാർഗശീർഷമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഋതുക്കളിൽ ഭഗവാൻ വസന്തകാലമാണ് എന്നും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. അടുത്ത ശ്ലോകം വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ? അജിത് പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 10 വിഭൂതി യോഗം. ശ്ലോകം നമ്പർ 36. ദ്യൂതം ചലയതാമസ്മി തേജസ്തേജസ്വിനാമകം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമകം. വഞ്ചകരുടെ ചൂതുകളിലും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയം സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. പ്രപഞ്ചത്തിൽ പലവിധം വഞ്ചകരുണ്ട്. വഞ്ചനകളിൽ വച്ച് മുഖ്യമായ ചൂതുകളിൽ ആ പ്രാധാന്യം കൊണ്ട് തന്നെ കൃഷ്ണന്റെ പ്രതിനിധിയായി പരമപുരുഷനായ കൃഷ്ണന് മറ്റാരേക്കാളും വഞ്ചകനാകാൻ കഴിയും. ഭഗവാന് ഒരാളെ വഞ്ചിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വഞ്ചനയെ കടന്നു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഭഗവാന്റെ മഹത്വം ഏകമുഖമല്ല, സർവതോമുഖമാണ്. വിജയികളിൽ വിജയം തന്നെയാണ് കൃഷ്ണൻ. തേജസ്വികളുടെ തേജസ്. ഉദ്യമികളിൽ വെച്ച് മഹോദ്യമിയുമാണ് അദ്ദേഹം. സാഹസികളിൽ സാഹസിയും സത്യനിൽ വെച്ച് സത്യനും. കൃഷ്ണൻ ഭൂമിയിൽ പ്രത്യക്ഷനായിരുന്ന കാലത്ത് കരുത്തുകൊണ്ട് അദ്ദേഹത്തെ കീഴടക്കുന്ന ഒരാളും ഉണ്ടായിരുന്നില്ല. ബാല്യത്തിൽ തന്നെ അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി. വഞ്ചനയിൽ അദ്ദേഹത്തെ തളച്ചു വയ്ക്കാൻ ആരുമില്ല. തേജസ്സിൽ അദ്ദേഹത്തെ അതിശയിക്കാൻ ആരുമില്ല. വിജയത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരുമില്ല. ഉദ്യമത്തിലും ശക്തിയിലും കൃഷ്ണൻ അദ്വിതീയനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു അജിത് പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. വഞ്ചകരുടെ ചൂതുകളി ഭഗവാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ വഞ്ചിക്കാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ ഭഗവാൻ ആരെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. ഭഗവാന് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഭഗവാന്റെ മഹത്വം ഏകമുഖമല്ല, സർവതോമുഖമാണ് എന്നിവിടെ ശീലപ്രഭാതർ പറയുന്നു. ഭഗവാന്റെ മഹത്വം ഒരു സൈഡിലേക്ക് മാത്രമല്ല, എല്ലാ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും എല്ലാ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ഭഗവാന്റെ മഹത്വമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. അപ്പൊ ഭഗവാനെ ഒരു വിധത്തിലും ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? അത് ഭഗവാനാണ്. നമ്പർ 1 അല്ല, ഏറ്റവും ബെസ്റ്റായിട്ട് ഏത് പ്രവൃത്തി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തും അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ആർക്കാണ്? അത് ഭഗവാനാണ്. അല്ല, ഇപ്പൊ ചൂതുകളി ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുധിഷ്ഠിരനോട്. യുധിഷ്ഠിരനും മറ്റു പാണ്ഡവരൊക്കെ ചൂതുകളിൽ തോറ്റ് കാട്ടിൽ കഴിയുന്ന കാലഘട്ടത്തിൽ ഭഗവാനും ഇടയ്ക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവാനോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ സുഹൃത്തായിട്ടും
എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവസ്ഥകളൊക്കെ വന്നു? ഞങ്ങൾ ചൂതുകളിൽ തോൽപ്പിക്കപ്പെട്ടു, ഞങ്ങളെ വഞ്ചിച്ചു, അല്ലേ? അങ്ങ് ഞങ്ങളെ സഹായിച്ചില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ അവിടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു, അല്ലേ? ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ശകുനി കളിക്കും. ചൂത് കളിക്കുന്നത് ആരാണ്? എനിക്ക് പകരം ശകുനിയാണ് കളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, യുധിഷ്ഠിര നീ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ദുര്യോധനന് പകരം ശകുനിയാണ് കളിക്കുന്നതെങ്കിൽ എനിക്ക് പകരം ഭഗവാൻ കളിക്കും, കൃഷ്ണൻ കളിക്കും എന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അല്ല, ആ സമയത്ത് ഭഗവാനെ ആശ്രയിച്ചില്ല. അപ്പൊ ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തരായിട്ടും അവര് ഭഗവാനെ ചില സമയത്ത് ആശ്രയിച്ചില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എല്ലാ സമയത്തും ഭഗവാനെ ആശ്രയിക്കാനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. കാരണം ഭഗവാന് ചൂത് കളിക്കാൻ പറ്റുന്ന അത്രയും നന്നായിട്ട് ആർക്കും കളിക്കാൻ സാധിക്കില്ല, ശകുനിക്കും കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, ദ്യൂതം ചലയതാമസ്മി. ആ വഞ്ചകരുടെ ചൂതുകളി എനിക്ക് ബെസ്റ്റായിട്ട് അറിയുന്നതാണ്, എന്നോട് കളിക്കാൻ പറഞ്ഞാൽ മതി. ദ്യൂതം ചലയതാമസ്മി. ഭഗവാന് ചെയ്യാൻ പറ്റുന്നത് പോലെ ഒരു കാര്യവും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യവും ഭഗവാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം. തേജസ്വികളുടെ ആ തേജസ്വികളുടെ തപസ് കൊണ്ടുണ്ടാകുന്ന ആ തേജസ് പ്രദാനം ചെയ്യുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അവർക്ക് ആ തേജസ് ലഭിക്കുന്നത് എന്ന് പറയും. തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി. ജയം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നിലും വിജയിക്കാൻ സാധിക്കുകയില്ല, അല്ലെ? ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ നമ്മുടെ മാത്രം പ്രയത്നം കൊണ്ട് നമ്മൾക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. കാരണം എന്താണ്? ഭഗവാനാണ് വിജയം. വിജയം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഒരു യോഗയിലും ഒരു പദ്ധതിയിലും വിജയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെ എല്ലാ യോഗ പദ്ധതികളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഭക്തിയോഗം അല്ലെങ്കിൽ പോലും അതിലെല്ലാം ഭഗവാനെ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊക്കെ പ്രാർത്ഥനകളുണ്ട്, ഭഗവാന്റെ ധ്യാനമുണ്ട്, ഭഗവാനെ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ ആശ്രയിക്കാതെ ഹരിയുടെ സഹായമില്ലാതെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായമില്ലാതെ നമുക്ക് ഒരിക്കലും എവിടെയും വിജയിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ എത്ര കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടും കാര്യമില്ല, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം വിജയം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ജയോസ്മി വ്യവസായോസ്മി. വ്യവസായം എന്ന് പറയുന്നത് വലിയ വലിയ ഉദ്യമങ്ങളാണ്, സാഹസികമായിട്ടുള്ള പ്രവൃത്തികൾ. ഭഗവാന് സാഹസിക പ്രവൃത്തികൾ ചെയ്യാനും വലിയ ഇഷ്ടമാണ്, അല്ലെ? ഭഗവാൻ ചെയ്ത അത്രയും സാഹസിക പ്രവൃത്തികൾ നമ്മൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. വലിയ അനേകം തലകളുള്ള ഒരു സർപ്പത്തിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്യുക, അല്ലെ? ഒരുപാട് തലകളുള്ള വലിയൊരു സർപ്പത്തിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്ത ഒരേ ഒരു വ്യക്തി ആരാണ്? ഭഗവാനാണ്. അത്രയും സാഹസം വേറെ ആരും ചെയ്തിട്ടില്ല. അത് കണ്ടു നിന്ന യശോദാ മാതാവ് തലകറങ്ങി വീണു. അല്ല, തന്റെ പുത്രൻ ഒരു സർപ്പത്തിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്യുന്നു. അങ്ങനെ ഒരു നൃത്തം ആരും എവിടെയും കേട്ടിട്ടില്ല. അപ്പൊ അത്രയും സാഹസങ്ങളൊക്കെ ചെയ്യാൻ, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭഗവാന് വലിയ താല്പര്യമാണ്, അല്ലെ? അതിന് സഹായിക്കുകയാണ് അസുരന്മാരൊക്കെ ചെയ്തത്. അസുരന്മാരെ കൊല്ലുക, അരിഷ്ടാസുരൻ, കേശി, ഇങ്ങനെയുള്ള ധേനുകാസുരൻ, ഇങ്ങനെയൊക്കെയുള്ള അസുരന്മാരെ കൊല്ലുന്നതിൽ ഭഗവാന് വലിയ ഇൻട്രസ്റ്റ് ആണ്, വലിയ താല്പര്യമാണ്. കാരണം എന്താണ്? ഇതെല്ലാം സാഹസികമായിട്ടുള്ള പ്രവൃത്തികളാണ്. അതേപോലെ വലിയ വലിയ ഉദ്യമങ്ങള്, വലിയ പ്രവർത്തനങ്ങൾ. തന്റെ 3 കാല് കൊണ്ട് 3 പാദം കൊണ്ട് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ അളന്നു തീർന്നു. വലിയൊരു പ്രവൃത്തിയാണ്, അല്ല? നമ്മൾക്കൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ ഉരുക്രമൻ എന്നും പറയുന്നുണ്ട്. വലിയ വലിയ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ ഉരുക്രമൻ എന്ന് പറയാം. 3 പാദം കൊണ്ട് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ, 14 ലോകങ്ങളും അളന്നു തീർത്തു. 2 പാദം കൊണ്ട് മുഴുവൻ തീർത്തു. അല്ല, 3-മത്തത് വെക്കാൻ സ്ഥലമില്ല,
അത്രയും വലിയ ഉദ്യമങ്ങൾ ഭഗവാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഇവിടെ ഭഗവാൻ പറയുന്നു, വ്യവസായോസ്മി, വലിയ വലിയ ഉദ്യമങ്ങളൊക്കെ ഞാനാണ്. സത്വം സത്വവതാമഹം, ഞാൻ തന്നെയാണ് സത്വം എന്ന് പറയുന്നത്. സത്വം എന്ന് പറയുന്നത് ബലമാണ്. ബലം, കരുത്ത്. കരുത്തുള്ളവരുടെ കരുത്ത് ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കും. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കരുത്ത്, ശക്തി, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ലഭിക്കണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അല്ലെ? ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തി ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് 7 വയസ്സിൽ ഒരു ചെറു വിരൽ കൊണ്ട് ഭഗവാൻ ഗോവർദ്ധന പർവ്വതം എടുത്ത് ഉയർത്തി നിന്നത് 7 ദിവസം. അല്ലെ? നമ്മളോട് ഒരു ചെറിയ കല്ലെടുത്ത് ഒരു അരമണിക്കൂർ ഉയർത്തി നിൽക്കാൻ പറഞ്ഞാൽ പോലും നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ ഒരു പർവ്വതം മുഴുവൻ 7 വയസ്സുള്ള സമയത്ത് ഉയർത്തി നിന്നു 7 ദിവസം. കാരണം ഭഗവാൻ അത്രയും ശക്തിമാനാണ്, ശക്തിയുള്ള വ്യക്തിയാണ്. സത്വം സത്വവതാമഹം. ആ ഭഗവാനെ ആശ്രയിക്കുന്നവർക്കും ഭഗവാൻ ആ ശക്തി നൽകും. ഭഗവാന്റെ ഭക്തന്മാരും വലിയ വലിയ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന്റെ ഭക്തൻ ഹനുമാൻ, അല്ലെ, വലിയൊരു പർവ്വതം എടുത്തുകൊണ്ട് വന്നു, മരുത്വാമല എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതക്കം എടുത്തുകൊണ്ട് ഉണ്ടായിരുന്നു. ഭഗവാനും ശക്തനാണ്. ഭഗവാനെ ആശ്രയിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാരും വലിയ വലിയ സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ശിലപ്രഭാതർ പറയുന്നുണ്ട്, തേജസ്സിൽ അദ്ദേഹത്തെ അതിശയിക്കാൻ ആരുമില്ല, വിജയത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരുമില്ല, ഉദ്യമത്തിലും ശക്തിയിലും കൃഷ്ണൻ അദ്വിതീയമാണ്. ഭഗവാനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഒരു പ്രവൃത്തിയിൽ ഭഗവാനെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. സമയമുണ്ട്. ഒരു ശ്ലോകം കൂടി, 37ാമത്തെ ശ്ലോകം കൂടി വായിച്ചോളൂ. പ്രഭു. യെസ്, ആരാണ് വായിക്കുന്നത്? സിനിമ തജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വൃഷ്ണീനാം വാസുദേവാസ്മി പാണ്ഡവനാം ധനഞ്ജയ മുനീനാമഭ്യഹം വ്യാസ കവിനാമൂശാന കവി. വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഊശാന കവിയുമാണ് ഞാൻ. ഭാവാർത്ഥം: ആദിഭൂമാനായ ഭഗവാനാണ് കൃഷ്ണൻ. ബലരാമൻ കൃഷ്ണന്റെ അടുത്ത രൂപവിസ്തരണവും. കൃഷ്ണനും ബലരാമനും വാസുദേവ പുത്രന്മാരായിട്ടാണ് പിറന്നത്. രണ്ടുപേരെയും വാസുദേവൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണൻ വൃന്ദാവനം വിട്ടു പോകാറില്ല. അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും പ്രത്യക്ഷീഭവിക്കുന്നവ അദ്ദേഹത്തിന്റെ രൂപവിസ്താരണങ്ങളാണെന്ന് പറയാം. കൃഷ്ണന്റെ തൊട്ടടുത്ത രൂപവിസ്താരങ്ങളാകയാൽ വാസുദേവൻ ബലദേവൻ അഥവാ ബലരാമനത്രേ. എല്ലാ അവതാരങ്ങളുടെയും ആദിമൂലകമാകയാൽ അദ്ദേഹമാണ് വാസുദേവന്റെ സ്രോതസ്. കൃഷ്ണന് ഏറ്റവും അടുത്ത ഇത്തരം രൂപവിസ്താരങ്ങളെ സ്വാംശങ്ങളെന്നു പറയുന്നു. ഭഗവാന് വിഭിന്നാംശങ്ങളെന്ന വിസ്താരണങ്ങളുമുണ്ട്. പാണ്ഡവരിൽ അർജുനൻ ധനഞ്ജയൻ എന്ന പേരിൽ പ്രശസ്തനാണ്. ഉത്തമ പുരുഷനെന്ന നിലയിൽ അദ്ദേഹം കൃഷ്ണന്റെ പ്രതിനിധിയാണ്. വൈദിക ജ്ഞാനത്തിൽ വേണ്ടത്ര പാണ്ഡിത്യം നേടിയ മുനികളിൽ ശ്രേഷ്ഠൻ. വൈദിക ജ്ഞാനത്തെ ഈ കലിയുഗത്തിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക വണ്ണം വിവിധ രീതികൾ അവതരിപ്പിച്ച വ്യാസനാണ്. വ്യാസനും കൃഷ്ണന്റെ അവതാരമായി അറിയപ്പെടുന്നു. അദ്ദേഹം ഭഗവത് പ്രതിനിധിയാണ്. ഏത് വിഷയത്തെക്കുറിച്ചും അഗാധമായി ചിന്തിച്ചറിയുവാൻ കഴിവുള്ളവരത്രേ കവികൾ. അവരിൽ അസുരന്മാരുടെ ഗുരുവായ ഉശനസ അഥവാ ശുക്രാചാര്യരാണ് ഏറ്റവും ബുദ്ധിശാലിയും ദൂരദർശിയുമായ രാജതന്ത്രജ്ഞൻ. അങ്ങനെ ശുക്രാചാര്യർ ഭഗവത് ഐശ്വര്യത്തിന്റെ മറ്റൊരു പ്രതിനിധിയാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സിനിമാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുന്നു, വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാം അപ്യഹം വ്യാസ കവീനാം ഉശനാ കവി. വൃഷ്ണികളിൽ ഭഗവാൻ വാസുദേവനായിട്ട് അവതരിച്ചു എന്ന് പറയും. വൃഷ്ണികുലത്തിലാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. അദ്ദേഹം വസുദേവരുടെ പുത്രനായിട്ടാണ് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വസുദേവരുടെ പുത്രനായിട്ട് അവതരിച്ചത് കൊണ്ടാണ് ഭഗവാനെ വാസുദേവൻ എന്ന് പറയുന്നത്.
കൃഷ്ണീനാം വാസുദേവോസ്മി എന്ന് പറയും. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനും ഭഗവാൻ ബലരാമനും വസുദേവരുടെ പുത്രന്മാരാണ്. അപ്പൊ രണ്ടുപേരും വാസുദേവന്മാരാണ് എന്ന് പറയും. അപ്പൊ വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും വാസുദേവനാണ്, ഭഗവാൻ ബലരാമനും വാസുദേവൻ തന്നെയാണ്. രണ്ടുപേരും വാസുദേവരാണ് എന്ന് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. മാത്രമല്ല ബലരാമൻ ഭഗവാന്റെ സ്വാംശം വിസ്തരണമാണ് എന്ന് പറയും. ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള വിസ്തരണങ്ങളുണ്ട്, അല്ലെങ്കിൽ അവതാരങ്ങളുണ്ട്. അതിൽ ബലരാമൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വാംശ വിസ്തരണമാണെന്ന് പറയുന്നു. സ്വാംശം എന്ന് പറയുന്നത് ഭഗവാന്റെ നേരിട്ടുള്ള വിസ്തരണം. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ബലരാമനായിട്ട് വിസ്തരിച്ചിട്ടുള്ളത്. ഭഗവാന് വിഭിന്നാംശങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിരിക്കും. വിഭിന്നാംശങ്ങൾ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ശക്തിയാണ്. അത് ജീവാത്മാക്കളാണ്. നമ്മളെ പോലെയുള്ള ജീവാത്മാക്കളാണ് വിഭിന്നാംശം എന്ന് പറയുന്നത്. സ്വാംശം എന്ന് പറയുന്നതൊക്കെ വിഷ്ണു മൂർത്തികളാണ്, വിഷ്ണു തത്വങ്ങളാണ്. ബലരാമൻ, സംഘർഷണൻ, പ്രത്യുപ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, സംഘർഷണൻ, നാരായണൻ, അതേപോലെ മഹാവിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, ഇതൊക്കെ ഭഗവാന്റെ സ്വാംശം, അതായത് വിഷ്ണു തത്വങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവാത്മാക്കളൊക്കെ ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണ്. പിന്നീട് അർജുനെ കുറിച്ച് പറയുന്നു. ഭഗവാൻ പറയുന്നുണ്ട്, പാണ്ഡവാനാം ധനഞ്ജയൻ. അർജുനനും യഥാർത്ഥത്തിൽ ഭഗവാന്റെ പ്രതിനിധിയാണ്. അല്ലെ, അർജുനൻ ഒരു സാധാരണ വ്യക്തിയല്ല. അർജുനൻ ഭഗവാന്റെ കൂടെ എല്ലാ ലീലകളിലും പങ്കെടുക്കുന്ന പാർഷദനാണ്, സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന പാർഷദനാണ് എന്ന് ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്, അർജുന, നീ എൻ്റെ കൂടെ എല്ലാ ജന്മങ്ങളിലും, ഒരുപാട് ജന്മങ്ങളിൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ സാധിക്കും, നിനക്കത് ഓർമ്മ ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറയുന്നു. അല്ലെ, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ശ്ലോകം? ബഹൂനീമേ ബധീതാനി ജന്മാനി തവാചാർത്തിന കാന്യഹം വേദ സർവാണി നത്തും വേദ പരന്തപ. യെസ്, അജിത് പ്രഭു പറഞ്ഞ കറക്റ്റാണ്. അല്ലെ, അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഈ പണ്ട് കാലത്ത് സൂര്യദേവന് ഈ ഭഗവത്ഗീതയൊക്കെ ഉപദേശിച്ചു എന്ന് പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരേ പ്രായക്കാരാണ് അല്ലേ, നിങ്ങൾ എൻ്റെ സുഹൃത്താണ്, ഫ്രണ്ടാണ്. പുരാണകാലത്ത് ഇമം വിവസ്വതേ യോഗം എന്ന് അങ്ങ് പറഞ്ഞു. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹമവ്യം. 4-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹമവ്യം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇച്ഛാകവേ അബ്രവീത് എന്നാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത്. പുരാണകാലത്ത് വിവസ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യദേവന് അങ്ങ് ഈ ശാസ്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞില്ല. അതെങ്ങനെയാണ് ശരിയാവുന്നത്? നമ്മൾ ഒരേ പ്രായക്കാരല്ലേ എന്ന് അർജുനൻ ചോദിച്ച സമയത്താണ് ഭഗവാൻ പറയുന്നത്, ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവച്ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. നമ്മൾ ആദ്യമായിട്ടല്ല ഒരുമിച്ച് ഇങ്ങനെ അവതാരങ്ങൾ എടുക്കുന്നത്. നമ്മൾ ഒരുമിച്ച് എത്രയോ ജന്മങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ജന്മങ്ങളിൽ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. കാരണം എപ്പോഴും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് അർജുനൻ. അപ്പൊ അങ്ങനെയുള്ള അർജുനനും ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അർജുനന് അറിവില്ലാത്തത് കൊണ്ടല്ല ഈ ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന് ശങ്കരാചാര്യര് പറയുന്നുണ്ട്. അല്ലെ, പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഒരു പശു പാല് ചുരുത്തണമെങ്കിൽ എന്ത് വേണം? ആദ്യം പോയിട്ട് ആ കുട്ടി അകിടിൽ മുട്ടിയിട്ട് അങ്ങനെ കുടിക്കണം. കുടിക്കാൻ തുടങ്ങുന്ന സമയത്താണ് പശു പാല് ചുരുത്താൻ തുടങ്ങുന്നത്. അതേപോലെ അർജുനൻ ഇങ്ങനെ ഓരോന്ന് ആ പശു അകിടിൽ പോയി മുട്ടുന്നത് പോലെ അർജുനൻ ഒരു അജ്ഞാനിയെ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അപ്പൊ അർജുനനെ ഒരു നിമിത്തമാക്കിയിട്ടാണ് പശു പാൽ ചുരുത്താൻ പശുക്കുട്ടി നിമിത്തമാകുന്നത് പോലെ അർജുനനെ നിമിത്തമാക്കിയിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ആ അർജുനനും ഭഗവാന്റെ തന്നെ ഒരു പ്രതിനിധിയാണ്, ഭഗവാന്റെ ഒരു വിഭൂതിയാണ് എന്നിവിടെ പറഞ്ഞിരിക്കും. പാണ്ഡവാനാം
ധനഞ്ജയ. ധനഞ്ജയ എന്നുള്ള പേരും അർജുനന്റെ മറ്റൊരു പേരാണ്. കാരണം യുധിഷ്ഠിര മഹാരാജാവിന് യജ്ഞം ചെയ്യാൻ വേണ്ടി, രാജസൂയ യജ്ഞം നടത്താൻ വേണ്ടി ധനം സമാഹരിച്ചത് അർജുനന്റെ നേതൃത്വത്തിലായിരുന്നു. അർജുനാണ് അതിനാവശ്യമായിട്ടുള്ള ധനം സംഹരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അർജുന് ധനഞ്ജയൻ എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത്. മുനിനാം അപ്യഹം വ്യാസ. മുനികളിൽ, മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനികളാണ്. ജ്ഞാനിമാരിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ജ്ഞാനി, വേദജ്ഞാനം മുഴുവനുള്ള വ്യാസദേവനാണ് എന്ന് പറഞ്ഞിട്ട്. ആ വ്യാസദേവനും സാധാരണ വ്യക്തിയല്ല, ഭഗവാന്റെ അവതാരമാണ്, ഭഗവാന്റെ സാഹിത്യ അവതാരമാണ് വ്യാസദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു സാധാരണ വ്യക്തിക്ക് കഴിയാത്ത കാര്യങ്ങളാണ് വ്യാസദേവൻ ചെയ്തിട്ടുള്ളത്, അല്ലെ? വ്യാസദേവൻ എഴുതിയിട്ടുള്ള രചനകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും അത്രയും ഒരു ജീവിതകാലം കൊണ്ട് എഴുതാൻ സാധിക്കുകയില്ല. മഹാഭാരതത്തിൽ തന്നെ 1.5 ലക്ഷം ശ്ലോകങ്ങളുണ്ട്. മഹാഭാരതം, അധ്യാത്മരാമായണം, അതേപോലെ വേദങ്ങൾ മുഴുവൻ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, 18 പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഇതൊക്കെ വേദവ്യാസൻ രചിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതൊരു സാധാരണ വ്യക്തിക്ക് സാധിക്കുന്ന കാര്യമല്ല. കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. അതിന്റെ മുന്നേ എഴുതി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കലിയുഗത്തിലെ ആളുകൾക്ക് ഓർമ്മശക്തി കുറവായത് കൊണ്ടാണ് വ്യാസദേവനായിട്ട് ഭഗവാൻ അവതരിച്ച് ഇതെല്ലാം നമുക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള വ്യാസദേവനും ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. മുനീനാം അപ്യഹം വ്യാസ കവീനാം ഉശനാകവി. കവി എന്ന് പറയുന്നത് ആഴത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളെയാണ് കവി എന്ന് പറയുന്നത്. ആ കവികളിൽ, ജ്ഞാനമുള്ള വ്യക്തികളിൽ, ചിന്തകരിൽ ഉശനാകവി. ഉശനാകവി എന്ന് പറയുന്നത് ശുക്രാചാര്യരുടെ പേരാണ്. ശുക്രാചാര്യൻ നമ്മൾക്കറിയാം അസുരന്മാരുടെ കുലഗുരുവാണ്. അസുരന്മാരെയും നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി ഭഗവാൻ അസുരകുലത്തിലും അവതരിക്കുന്നുണ്ട്, അല്ലെ? ആ അസുരന്മാരെ നേർവഴിക്ക് നയിക്കുന്ന ഭഗവാന്റെ പ്രതിനിധിയാണ് ശുക്രാചാര്യൻ. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അല്ല, അസുരന്മാരുടെ ഗുരുവായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതും ഭഗവാൻ ഏറ്റെടുക്കുന്നു ശുക്രാചാര്യരുടെ രൂപത്തിൽ. കാരണം അവരെയും നേർവഴിക്ക് നയിക്കേണ്ടത് ഭഗവാന്റെ ചുമതലയായിട്ട് ഭഗവാൻ കണക്കാക്കുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ അവതരിച്ചിട്ടില്ലെങ്കിൽ ഈ ജനങ്ങളെല്ലാം വഴിപിഴച്ചു പോകും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളെയും ഭഗവാനിലേക്ക് ക്രമമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വ്യത്യസ്ത ജനവിഭാഗങ്ങളിലും ജന്തു വിഭാഗങ്ങളിലും ഒക്കെ ഭഗവാൻ അവതരിക്കുന്നുണ്ട്. ഭഗവാന്റെ പ്രതിനിധികളുണ്ട്. അങ്ങനെ അസുരന്മാരിലുള്ള ഭഗവാന്റെ പ്രതിനിധി, അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ, ചിന്തകന്മാരിൽ ഭഗവാൻ ശുക്രാചാര്യനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഉശനാകവി എന്ന് പറഞ്ഞു. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. വാൽമീകി മഹർഷിയുടെ രാമായണമല്ലാതെ വ്യാസമഹർഷി ഭാഗവതത്തിന്റെ ഉള്ളിലെ രാമായണം എഴുതിയിട്ടുണ്ടല്ലോ. അതല്ലാതെ അദ്ദേഹം അധ്യാത്മ രാമായണം വേറെ എഴുതിയിട്ടുണ്ടോ? യെസ്, അധ്യാത്മ രാമായണം എഴുതിയിട്ടുള്ളത് വ്യാസദേവനാണ്. തനിച്ചൊരു ബുക്കായിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ? അത് വേദത്തിന്റെ ഭാഗമായിട്ടാണുള്ളത്. ഓക്കെ. ആ അധ്യാത്മ രാമായണത്തിനെ അധികരിച്ചാണ്, അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ മലയാളത്തിൽ എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ അധ്യാത്മ രാമായണം എഴുതിയിട്ടുള്ളത്. അത് വ്യാസദേവന്റെ രാമായണത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. ഓക്കെ, താങ്ക് യു പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തുഞ്ചത്ത് എഴുത്തച്ഛനും എഴുതിയിട്ടില്ലേ രാമായണം? യെസ്, തുഞ്ചത്ത് എഴുത്തച്ഛൻ രാമായണം കിളിപ്പാട്ട് രൂപത്തിൽ എഴുതി. കിളിപ്പാട്ട് മലയാളത്തില് മനസ്സിലാകുന്ന രീതിയിൽ, മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കിളിപ്പാട്ട് രൂപത്തിൽ അദ്ദേഹം ചുരുക്കി എഴുതിയിട്ടുള്ളതാണ് രാമായണം. നമ്മൾ കിളിപ്പാട്ട് രാമായണം എന്ന് പറയുന്നത്. അധ്യാത്മ രാമായണം വ്യാസദേവൻ രചിച്ചിട്ടുള്ളതാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത് അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ്. അതിന്റെ കിളിപ്പാട്ട് രൂപമാണ് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഓക്കെ, ഇപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ശ്ലോകം വായിക്കാം. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ആര്യ മാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ.